Hello and welcome back. In this video, we are going to discuss some literary concepts like catharsis and mimesis, negative capability, and objective correlative. And you can see this in your last module and in the last part actually. So let's just look at one by one, and obviously we are going to start with catharsis. Okay, and catharsis is a Greek word, and it means cleansing or purgation. Okay, so catharsis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, it means it's a Greek word. That's one point you should remember. This word, it's a Greek word, and it means purgation. Okay, purgation or cleansing. Okay, അതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. മേ ബി പർഗേഷൻ എന്നാണ് സാധാരണ കത്താർസിസിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് യു യൂസ് ദിസ് വേർഡ് പർഗേഷൻ. സോ കത്താർസിസ് മീൻസ് purgation, and it was introduced by Aristotle in his work പൊയറ്റിക്സ്. അല്ലേ, പൊയറ്റിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിനകത്താണ് അദ്ദേഹം ഈ ഒരു ടേം അദ്ദേഹം കൊണ്ടുവരുന്നത്. എന്ത് പറയാനാണ് കൊണ്ടുവരുന്നത്? ടു ഡിസ്ക്രൈബ് ദ ഇമോഷണൽ ഇഫക്റ്റ് ഓഫ് ട്രാജഡി ഓൺ ദി ഓഡിയൻസ്. ഓഡിയൻസിലുണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ ഇഫക്റ്റ് പറയാനാണ് അദ്ദേഹം കത്താർസിസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇമോഷണൽ റിലീഫ്. ഇറ്റ്സ് എൻ ഇമോഷണൽ റിലീഫ് വൺ എക്സ്പീരിയൻസസ് ആഫ്റ്റർ വാച്ചിങ് എ ട്രാജഡി. ഒരു ട്രാജഡി കാണുന്ന സമയത്ത് അതിനകത്ത് നമ്മളിൽ സങ്കടം ഉണ്ടാക്കുന്ന സീൻ ഉണ്ടാവും, നമ്മളിൽ ഫിയർ ഉണ്ടാക്കുന്ന സീൻ ഉണ്ടാവും, പിറ്റി ജനറേറ്റ് ചെയ്യുന്ന സീൻ ഉണ്ടാവും. ചിലപ്പോൾ ദ പ്ലേ മൈറ്റ് മേക്ക് എസ് ക്രൈ സംടൈംസ്, അല്ലെങ്കിൽ നമ്മളെ കരയിപ്പിക്കുന്ന സീൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇമോഷൻ നമ്മൾ പുറത്തേക്ക് തള്ളുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇമോഷൻസിനെ നമ്മൾ ഒരു പ്ലേ വാച്ച് ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മൾ പുറത്തേക്ക് തള്ളിയാൽ, നിങ്ങൾ കരഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു നാടകമൊക്കെ കാണുന്ന സമയത്ത് കരഞ്ഞാൽ നിങ്ങളുള്ളിലുള്ള ആ ഇമോഷൻ പുറത്തേക്ക് റിലീസായി പോവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുള്ളെല്ലാം ക്ലീൻ ആവും. അതാണ് ക്ലെൻസിങ്. ഓക്കെ, നിങ്ങൾ മൊത്തത്തിലൊരു റിലീഫ് കിട്ടും. ദാറ്റ് ഈസ് ദ പർഗേഷൻ ഹിയർ. ഓക്കെ, ആ ഒരു റിലീഫിനെയാണ് നമ്മൾ, ആ ഒരു ഇമോഷണൽ റിലീഫിനെയാണ് കത്താർസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗുഡ് ട്രാജഡിയുടെ ഒരു എന്താന്ന് പറയുക പ്രത്യേകതയാണ്, അതിനകത്ത് കത്താർസിസ് ഉണ്ടാകും. ഇത് കാണുന്ന സമയത്ത് ആളുകൾക്ക് ഇങ്ങനെ ഒരു റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഒരു ഗുഡ് പ്ലേ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ. ഓക്കെ, സോ അരിസ്റ്റോട്ടിൽ റൈറ്റ്സ് ട്രാജഡി ത്രൂ പിറ്റി ആൻഡ് ഫിയർ ഇഫക്ട്സ് എ പർഗേഷൻ ഓഫ് ഇമോഷൻ. സോ പിറ്റിയും ഫിയറൊക്കെ കൊണ്ട് നമുക്ക് അവസാന നാടകത്തിൽ ഒരു പർഗേഷൻ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്, അരിസ്റ്റോട്ടിൽ. ഓക്കെ, ആൻഡ് ലെറ്റ് us move on to the next concept, that is mimesis. Mimesis means imitation in simple terms. ഓക്കെ, mimesis means imitation. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് അതാണ്. It means imitation. In stories, plays or art, it's about showing real life or real feelings, but in a creative way. അരിസ്റ്റോട്ടിലും പ്ലേറ്റോ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ശരിക്കും എല്ലാ ലിറ്റററി വർക്ക്സും ഇമിറ്റേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ഏത് ടൈപ്പ് ലിറ്റററി വർക്ക് ആയിക്കോട്ടെ, അതൊരു ഇമിറ്റേറ്റീവ് ആർട്ടാണെന്നാണ് രണ്ടുപേരുടെയും അഭിപ്രായം ആക്ച്വലി. സോ ലിറ്ററേച്ചർ ഈസ് ഓൾ അബൌട്ട് ഇമിറ്റേഷൻ, ദാറ്റ്സ് ദ പോയിന്റ്. ഓക്കെ, ഓർ കോപ്പിയിങ്. പക്ഷേ ഇതൊരു അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ മിയർ കോപ്പിയിങ് അല്ല, ചുമ്മാ കോപ്പി അടിച്ചു വെക്കുന്നല്ല. ഇറ്റ്സ് എ ക്രിയേറ്റീവ് കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ ആണ്. ക്രിയേറ്റീവ് കൈൻഡ് ഓഫ് ഇമിറ്റേഷനാണ് നമുക്ക് മിമെസിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു റൈറ്റർ അയാളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇതിനകത്തേക്ക് കൊണ്ടുവരും. അത്തരത്തിലുള്ളൊരു ഇമിറ്റേഷനാണ് നമ്മൾ മിമെസിസ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമിറ്റേഷൻ.
ബട്ട് ഇൻ എ ക്രിയേറ്റീവ് വേ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പ്ലേറ്റോ എന്താ പറയുന്നതിനെ കുറിച്ച്? പ്ലേറ്റോ ആർട്ടെല്ലാം കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാതെ, ആർട്ട് ഈസ് ജസ്റ്റ് കോപ്പിയിങ് സംതിങ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ്, സോ ഇറ്റ്സ് നോട്ട് റിയൽ. അപ്പോൾ ആർട്ട് ഒന്നും റിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കോപ്പി അടിക്കുന്ന പരിപാടിയാണ് ആർട്ടിനകത്തുള്ളത് എന്നുള്ള രീതിയിൽ പ്ലേറ്റോ എല്ലാ ആർട്ടിനെയും ശരിക്കും തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചെയർ ഡ്രോ ചെയ്യുകയാണ്, ചെയറിൻ്റെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് ഒരിക്കലും റിയൽ അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ പിക്ചർ. ഓൾറെഡി ചെയർ അവിടെ ഉണ്ട്, അതിനെ നിങ്ങളൊരു കോപ്പി ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നു എന്നല്ലാതെ ദാറ്റ്സ് നോട്ട് റിയൽ. ഇറ്റ്സ് ആക്ച്വലി കോപ്പി ഓഫ് കോപ്പി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒറിജിനൽ ചെയർ അത് ചെയർ ഉണ്ടാക്കിയ ആളുടെ മൈൻഡിനകത്ത് ഒക്കെയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് പ്ലേറ്റോ. അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്താണ്? നേരെ തിരിച്ച്, ആർട്ട് ഇമിറ്റേഷൻ ആണ്. ആർട്ട് ഷോസ് ലൈഫ്, ദാറ്റ് മീൻസ് ആർട്ട് ഈസ് ഇമിറ്റേറ്റീവ്. ഓക്കെ, ഇറ്റ്സ് മിമസിസ്, അത് അരിസ്റ്റോട്ടിലും പറയുന്നുണ്ട്. ബട്ട് ആൾസോ ആഡ്സ് ഇമാജിനേഷൻ ആൻഡ് മീനിങ്. പക്ഷേ കേവല ഇമിറ്റേഷൻ അല്ല, അതിലുപരി അതിനകത്തേക്ക് ഇമാജിനേഷൻ കൊണ്ടുവരുന്നുണ്ട്, അതിലൂടെ ഒരു അർത്ഥവും കൊണ്ടുവരുന്നുണ്ട്, മീനിങ് കൊണ്ടുവരുന്നുണ്ട്. സോ എ സ്റ്റോറി അബൌട്ട് പീപ്പിൾ ഈസ് ഇൻ ജസ്റ്റ് കോപ്പിയിങ്, ഇറ്റ് ഹെൽപ്സ് അസ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ബെറ്റർ. അപ്പോൾ അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിൽ അതാണ് ആർട്ട് മിമെറ്റിക്കാണ്, അതൊരു മിമസിസ് ആണ്. ബട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ബെറ്റർ എന്നുള്ളതാണ് അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇത് കീറ്റ്സിൻ്റെ കോൺസെപ്റ്റാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ടേം കോയിൻഡ് ബൈ റൊമാൻറ്റിക് പോയറ്റ് ജോൺ കീറ്റ്സ് ഇൻ 1817. ഓക്കെ, ആൻഡ് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കോയിൻ ചെയ്തത്? ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് ടു ഡിസ്ക്രൈബ് ദ എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഓഫ് ഗ്രേറ്റ് റൈറ്റേഴ്സ് to embrace uncertainty and ambiguity in the pursuit of artistic beauty, rather than seeking philosophical certainty or absolute truth. ഈ ഒരു ഡെഫിനിഷൻ കോംപ്ലിക്കേറ്റഡ് ആയോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ റൈറ്റർ, ആക്ച്വലി എബിലിറ്റി ഓഫ് എ റൈറ്റർ ടു ആക്സെപ്റ്റ്, അങ്ങനെ പറയാം നമുക്ക് സിമ്പിളായിട്ട് കേട്ടോ. ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ റൈറ്റർ ടു ആക്സെപ്റ്റ് അൺസർട്ടൈനിറ്റി ആൻഡ് ആംബിഗ്വിറ്റി. ഇത്ര മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ റൈറ്റർ ടു ആക്സെപ്റ്റ് അൺസർട്ടൈനിറ്റി ആൻഡ് ആംബിഗ്വിറ്റി. അൺസർട്ടൈനിറ്റിയെയും ആംബിഗ്വിറ്റിയെയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എഴുത്തുകാരൻ്റെ കഴിവിനെയാണ് ഇദ്ദേഹം നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എഴുത്തുകാരെന്തുകൊണ്ടാണ് അത്തരം അൺസർട്ടൈനിറ്റിയും ആംബിഗ്വിറ്റിയും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ആർട്ടിൻ്റെ ബ്യൂട്ടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇൻ ദ പേഴ്സ്യൂട്ട് ഓഫ് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി എന്ന് പറയുന്നത്. നേരെ മറിച്ച് എല്ലാറ്റിനകത്തും ഒരു ഫൈനൽ ആൻസർ കാണാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാത്തിനകത്തും ഒരു ഫിലോസോഫിക്കൽ സെർട്ടൈനിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ട്രൂത്ത് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് റീച്ച് എനിവെയർ. ആൻഡ് ദർ ആർ സോ മെനി തിങ്സ് വിച്ച് വി കനോട്ട് ഫുള്ളി കോംപ്രിഹെൻഡ്. മനസ്സിലായില്ലേ? നമുക്ക് തീരെ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും. അപ്പം അതിനെ ആ രീതിയിൽ വിടണം. അതിനകത്തൊരു ഫൈനൽ സൊല്യൂഷൻ കണ്ടിട്ടേ നിൽക്കൂ, എല്ലാം ലോജിക്കലി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം അത്തരം ഒരു ടെൻഡൻസി, എല്ലാം ലോജിക്കലി മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ചിന്തയെ തടഞ്ഞു നിർത്താനുള്ള നിങ്ങളുടെ ആ ഒരു എബിലിറ്റിയെ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയാം. ആ ഒരു ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള തിങ്സിനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒരു ടെക്സ്റ്റൊക്കെ വായിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. ലൈക്ക് എല്ലാം ബിലീവബിളായത് മാത്രമേ ചില ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ ഒക്കെ വരുന്ന സമയത്ത് ദേ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. പക്ഷേ
അത് ആക്ച്വലി ആ ഒരു ലിറ്റററി വർക്കിൻ്റെ ബ്യൂട്ടിക്ക് അത് ആവശ്യമായിരിക്കും. എല്ലാം നിങ്ങൾക്ക് പിന്നെ ലോജിക്ക് വെച്ചിട്ട് തന്നെ ചിന്തിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ ഒരു ഡിസ്ബിലീഫിനെയൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, അതിനെ മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു മാറ്റി വെക്കാനുള്ള എബിലിറ്റിയൊക്കെ നമുക്ക് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇൻ കീറ്റ്സ് ഓൺ വേർഡ്സ് നെഗറ്റീവ് കാപ്പബിലിറ്റി ഈസ് when a man is capable of being in uncertainties, mysteries, doubts without any irritable reaching after facts or reason. ഇത് കീറ്റ്സിൻ്റെ തന്നെ വേർഡ് ഇതേപോലെ കോട്ട് ചെയ്തത് ആണ്. കീറ്റ്സ് ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ ഒരു എബിലിറ്റി അൺസർട്ടനിറ്റിയിലാവാനുള്ള, അതുപോലെ മിസ്റ്ററിയിലാവാനുള്ള, ഡൗട്ടിലാവാനുള്ള ഒരു മനുഷ്യൻ്റെ എബിലിറ്റിയാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. വിത്തൗട്ട് എനി ഇറിറ്റബിൾ റീച്ചിങ് ആഫ്റ്റർ ഫാക്ട്സ് ഓർ റീസൺ. എപ്പോഴും ഫാക്റ്റിൻ്റെയും റീസൺ, നമ്മുടെ ആ യുക്തിയുടെയൊക്കെ പിന്നിൽ പോകാതെ ചില സിറ്റുവേഷനിൽ കുറച്ചൊക്കെ എന്താ പറയുക, മണ്ടത്തരങ്ങളിലും ഒക്കെ വിശ്വസിക്കാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പാട്ടുകൾ, കവിതകളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല സാധനങ്ങളും ലോജിക്കിൽ നിൽക്കുന്നതാവില്ല. പാട്ടിനെയൊക്കെ നിങ്ങൾ ലോജിക്കലി, ഇപ്പം ഏത് സിനിമാ പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കവിത ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ലോജിക്കിലേക്ക് കൊണ്ടുവന്നാൽ അത് ഭയങ്കര ഇതായിപ്പോവും. റൈറ്റ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ പാട്ടുകളെയൊക്കെ കളിയാക്കാറുണ്ട്. അയ്യോ ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെയൊക്കെ ഈ പഴയ ഒരു പാട്ട്, ലജ്ജാവതി നിൻ്റെ കള്ളക്കടക്കണ്ണിൽ, അപ്പം ആ പാട്ടിനെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് ലജ്ജാവതിയുടെ കണ്ണിൽ എങ്ങനെ അത് കണ്ണിലിത് വരുമോ, താഴമ്പൂവോ താമരത്താഴോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, കള്ളക്കടക്കണ്ണിൽ കണ്ണിൽ, ഇങ്ങനെയൊന്നും ലോജിക്കലി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നെഗറ്റീവ് കാപ്പബിലിറ്റി ഇല്ലാത്തവരാണ് അയ്യോ ഈ പാട്ടൊക്കെ തെറ്റാണ്, ഇങ്ങനെയൊന്നും പാടാൻ പാടില്ല എന്ന് പറയാം. ഓക്കെ, പിന്നെ കീറ്റ്സ് ഷേക്സ്പിയറിനെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഷേക്സ്പിയർ നല്ല നെഗറ്റീവ് കാപ്പബിലിറ്റി ഉള്ള ആളാണെന്നാണ് കീറ്റ്സിൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷനൊക്കെ ഷേക്സ്പിയർ ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു നെഗറ്റീവ് കാപ്പബിലിറ്റി ഉള്ളത് കൊണ്ടാണെന്നാണ് കീറ്റ്സിൻ്റെ അഭിപ്രായം. ഓക്കെ, എ പോയിറ്റ് ഓർ റൈറ്റർ വിത്ത് നെഗറ്റീവ് കാപ്പബിലിറ്റി എക്സിബിറ്റ്സ്. ഇപ്പോൾ നെഗറ്റീവ് കാപ്പബിലിറ്റിയിൽ ഒരു റൈറ്റർ ആണെങ്കിൽ അയാളുടെ എഴുത്തിനകത്ത് ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവും. ഈ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് പേഴ്സണൽ അഭിപ്രായങ്ങൾ കുറച്ചും കൂടി എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അതാണ് ഒരു ഒബ്ജക്റ്റിവിറ്റി. ഒരു യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് അതിനുണ്ടാവും. അപ്പം അതും യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് ഉണ്ടാവുന്നതും പേഴ്സണലായിട്ടുള്ള സാധനം കുറയുമ്പോഴാണ്. നമ്മുടേതായിട്ടുള്ള അഭിപ്രായം മാത്രമേ പറയൂ എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ ആവില്ല. ഒരു യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. ഷേക്സ്പിയറിൻ്റെ ഒക്കെ വർക്ക് എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ, എല്ലാ കാലഘട്ടത്തിലും അതിന് ഒരു എന്താ പറയുക റെലവൻസ് ഉണ്ട്. അത്തരം വർക്ക് ഒക്കെ നമുക്കൊരു നെഗറ്റീവ് കാപ്പബിലിറ്റി ഉള്ള ആൾക്കേ പറ്റുള്ളൂ എന്നുള്ളതാണ് കീറ്റ്സ് പറയുന്നത്. പിന്നെ അതിനകത്ത് ഈ ഒരു ഡിറ്റാച്ച്ഡ് ആൻഡ് ഇമാജിനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ സബ്ജക്ട്സ് ഉണ്ടാവും എന്ന് പറയുന്നത് അവിടെയും ഈ ഒരു പേഴ്സണലായിട്ടുള്ള സാധനത്തിൽ നിന്ന് മാറിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരുന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ഹാവ് സം ഇമാജിനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. എല്ലാറ്റിൻ്റെയും കാരണങ്ങളും റീസണും കണ്ടെത്താതെ കുറച്ചും കൂടി ഒരു ഇമാജിനേറ്റീവായിട്ടുള്ള, ട്രൂത്ത് മാത്രം പോവാതെ ഇമാജിനേറ്റീവായിട്ട് ഉള്ള രീതിയിലേക്ക് പോകാനുള്ളൊരു കാപ്പബിലിറ്റി ഈ ഒരു നെഗറ്റീവ് കാപ്പബിലിറ്റി ആളിലുണ്ടാവും. ആൻഡ് എ വില്ലിങ്നെസ് ടു ഡ്വെൽ ഇൻ ആംബിഗ്വിറ്റി റാദർ ദാൻ റിസോൾവ് ഇറ്റ്. ഒരു ആംബിഗ്വിറ്റി, കാരണം ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായ വിപരീതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കാൻ. ഇപ്പോൾ ഒരു പല കാര്യങ്ങൾക്കും മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീനിങ്സുകൾ ഉണ്ടാവാം, വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവാം. ആ വ്യത്യസ്ത അർത്ഥങ്ങളെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പറയാതെ വ്യത്യസ്തമായ ആ ഒരു അർത്ഥങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയൊക്കെ നെഗറ്റീവ് കാപ്പബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ആംബിഗ്വിറ്റിയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുക. ഇതെല്ലാം ഒരു നെഗറ്റീവ് കാപ്പബിലിറ്റി ഉള്ള റൈറ്ററുടെ ക്വാളിറ്റീസാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ടേം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് ആണ്. ഇറ്റ്സ് എ ലിറ്റററി കോൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ T.S. Eliot in his essay
ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് 1919 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു എസ്സേക്കകത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവിനെ കുറിച്ച് പറയുന്നത്. ഷേക്സ്പിയറിൻ്റെ നാടകമാണല്ലോ ഹാംലെറ്റ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. വാട്ട് ഈസ് ദിസ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് എനിവേ? ഇറ്റ് റെഫേഴ്സ് ടു എ ടെക്നിക് by which an emotion is expressed not directly but through a set of objects, a situation or a chain of events that evoke the intended emotional response in the reader. അപ്പോൾ നമ്മൾ റൈറ്റേഴ്സൊക്കെ ലിറ്റററി വർക്കിനകത്താവട്ടെ അല്ലെങ്കിൽ മറ്റ് ലൈക്ക് ഫിലിമോ നാടകമോ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ്. ഇപ്പോൾ ഒരു ഇമോഷൻ ഡയറക്റ്റായിട്ട് പറയാതെ ഒരാളുടെ ഉള്ളിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സുകളെല്ലാം ചില ഒബ്ജക്റ്റിലൂടെ ചില സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്, ഒബ്ജക്റ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് ഈവൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക ആണ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് എന്ന് പറയുന്നത്. ഇമോഷനെ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ്. അതിൽ കേവലം ഒബ്ജക്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനും ആവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരാൾ ഭയങ്കര സന്തോഷമുള്ള ഒരാളെ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ ഒരാൾ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയണം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇദ്ദേഹം ഭയങ്കര ഹാപ്പിയാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, കിട്ടി. ഇപ്പോൾ ഒരു നാടകമൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഹി വാസ് വെരി ഹാപ്പി എന്നുള്ളൊരു സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടാൽ വേണമെങ്കിൽ അയാൾ ഹാപ്പി എന്ന് പറയാം. അത് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് അല്ല. എന്നാൽ അയാൾ ഹാപ്പി ആണ് എന്നുള്ളത് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടാൽ, ദാറ്റ് മീൻസ് ദ റൈറ്റർ ഹാസ് യൂസ്ഡ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് ദെയർ. ആ ഒരു ഇമോഷൻ ഒരു ഒബ്ജക്റ്റിലൂടെ, ചില ഒബ്ജക്റ്റുകളിലൂടെ, ചില സിറ്റുവേഷനുകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു. മനസ്സിലായോ? എലിയറ്റ് സെഡ്, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ കോട്ട് ചെയ്യുകയാണ് ഇങ്ങനെയാണ്: ദ ഓൺലി വേ ഓഫ് എക്സ്പ്രസ്സിങ് ഇമോഷൻ ഇൻ ദ ഫോം ഓഫ് ആർട്ട് ഈസ് ബൈ ഫൈൻഡിങ് ആൻ ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ്. ഇൻ അതർ വേർഡ്സ്, എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്, എ സിറ്റുവേഷൻ, എ ചെയിൻ ഓഫ് ഈവൻസ് വിച്ച് ഷാൾ ബി ദ ഫോർമുല ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇമോഷൻ. അപ്പം ഒരു പെർട്ടിക്കുലർ ഇമോഷൻ ഷോ ചെയ്യാൻ വേണ്ട എന്താണോ അതിന് വേണ്ട ഈവൻസ്, അതിൻ്റെ വേണ്ട സിറ്റുവേഷൻ, ഒബ്ജക്ട്സ്, അതിലൂടെ ആ ഒരു ഇമോഷനെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് എന്ന് പറയുന്നത്. ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് എന്നാണ് എലിയറ്റ് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ ഒരു ഭയത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ അയാളെ ആ സിറ്റുവേഷൻ ഒരു രാത്രിയാക്കി മാറ്റാൻ പറ്റും. രാത്രി അതിനകത്ത് ചിലപ്പം എന്തെങ്കിലും ഇപ്പോൾ സിനിമകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പ്രേത സിനിമകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഗോസ്റ്റൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഈ വവ്വാലിനെയൊക്കെ അബാൻഡൻഡ് ബിൽഡിങ്, അതിനകത്ത് വവ്വാലൊക്കെ കാണിക്കും. വവ്വാലിനെയൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഒരു ഭയം വരുന്നുണ്ട്. അത് ശരിക്കും ഒരു ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഡയറക്റ്റായിട്ട് ഒരു ഫിയർ ഇങ്ങനെ പറയാതെ, ഡിസ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു സിറ്റുവേഷനിലൂടെ അത് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒബ്ജക്റ്റുകളിലൂടെയൊക്കെ അത് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് next point here, instead of simply telling the reader what a character feels, example, he was sad, the writer shows that feeling through symbolic or physical elements in the scene. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡയറക്റ്റ് പറയാതെ, സാഡ് ആണെങ്കിൽ സാഡ് എന്ന് പറയാതെ, അത് ചില സിമ്പിൾസിലൂടെയും ചില ഫിസിക്കൽ എലമെൻറ്റുകളിലൂടെയും കാണിച്ചു തരുന്നു. ഇവിടെ എലിയറ്റ് ഷേക്സ്പിയറെ വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എസ്സേയുടെ ടൈറ്റിൽ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് വരുന്നത്. ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിനകത്ത് ഷേക്സ്പിയർ ഈ ഒരു ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് എലിയറ്റിൻ്റെ അഭിപ്രായം. ഓക്കെ, ഫെയിലിംഗ് ടു പ്രൊവൈഡ് എ പ്രോപ്പർ ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് ഇൻ ഹാംലെറ്റ്. അതിൽ പ്രത്യേകിച്ച് ഹാംലെറ്റിൻ്റെ ഫീലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, എലിയറ്റ് വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ പ്ലേസ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി എസ്പെഷ്യലി ഹാംലെറ്റ്സ് ഇന്നർ കോൺഫ്ലിക്റ്റ് വാസ് നോട്ട് മാച്ച്ഡ് ബൈ ദി ആക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് ഓൺ ദി സ്റ്റേജ്. ഹാംലെറ്റ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന്
ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷന് പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഹാംലെറ്റിൻ്റെ ആക്ഷൻസും അയാളുടെ ഉള്ളിലുള്ള ഇമോഷൻ തമ്മിൽ മാച്ച് ആവാത്ത പോലെയൊക്കെ എലിയറ്റിന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാളുടെ ആക്ഷൻ കൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫീലിംഗ് പ്രോപ്പറായിട്ട് എക്സിബിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പക്ക ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവ് വന്നെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇൻ അതർ വേർഡ്സ് ദ ഇമോഷൻ വാസ് ഗ്രേറ്റർ ദാൻ ദ സിറ്റുവേഷൻ ജസ്റ്റിഫൈഡ്. ഓക്കെ, ഇത്രയാണ് ഒബ്ജക്റ്റീവ് കൊറിലേറ്റീവിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ആൻഡ് വിത്ത് ദിസ് വി ക്യാൻ കൺക്ലൂഡ്. ഹോപ്പ് യു ഗോട്ട് എവറിത്തിങ്. താങ്ക് യു.